ന്യൂയോർക്കിൽ നടന്ന UN പൊതുസഭയിൽ കൊല്ലം എം പി NK പ്രേമചന്ദ്രൻ ഒരു ഗംഭീര പ്രസംഗം നടത്തി. ശ്രദ്ധിച്ചിരുന്നു? കണ്ടിരുന്നു. കാരണം 80ാമത് UN പൊതുസഭ മീറ്റിംഗാണ് ഇപ്പോൾ നടക്കുന്നത്. അപ്പോൾ നമ്മുടെ പാർലമെൻ്റ് അംഗമായ നമ്മുടെ പാർലമെൻറ്റിലെ മികച്ച MP-മാരിലൊരാളാണ്, മികച്ച പാർലമെൻ്ററിയന്മാരിലൊരാളാണ് പ്രേമചന്ദ്രൻ. വളരെ കൃത്യമായി പഠിച്ച് വിവരങ്ങൾ അവതരിപ്പിക്കാനുള്ള പ്രേമചന്ദ്രൻ്റെ കഴിവ് പ്രശംസനീയമാണ്. എത്ര പേർക്ക് അങ്ങനെ പറ്റുന്നുണ്ട്? പാർലമെൻറ്റിൽ പോയി വൃത്തിയായി സംസാരിക്കാൻ പറ്റുന്ന MP-മാർ സുരേഷ് ഗോപിയും പ്രേമചന്ദ്രനും അല്ലാതെ വേറെ ആരുമില്ല കേരളത്തിൽ നിന്ന്. മറ്റു പലരുടെയൊക്കെ ഇംഗ്ലീഷ് കേട്ടാൽ ഗുണ്ടർസ് സാഹിബ് എണീറ്റ് വന്ന് നമ്മളെ തല്ലും എന്ന് പറയുന്ന പോലെ. ഡോക്ടർ ജോൺസൺ എന്ന് പറഞ്ഞ ഒരാളുണ്ട്. ജോൺസൺസിൻ്റെ ഡിക്ഷണറി ഉണ്ട്. ജോൺസൻ്റെ ഡിക്ഷണറിയിലെ ഒരു 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 തമാശ, സിഗരറ്റിനുള്ള ഒരു നിർവചനം. എന്താണ് സിഗരറ്റ്? ഒരു വശത്ത് തീയും മറുവശത്തൊരു വിഡ്ഢിയും, അതാണ് സിഗരറ്റ് എന്നൊക്കെ പറയുന്ന തമാശ രൂപത്തിൽ അവതരിപ്പിക്കുന്ന പഴയ ജോൺസൺ ഡിക്ഷണറിയെക്കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ട്. ഇപ്പോൾ അതല്ലേ നമ്മുടെ വിഷയം. ഇപ്പോൾ പ്രേമചന്ദ്രൻ വളരെ വൃത്തിയായി സംസാരിക്കും, ഭംഗിയായി സംസാരിക്കും, ശക്തമായി സംസാരിക്കും, ആധികാരികമായി സംസാരിക്കും. പ്രേമചന്ദ്രന് ആ ടാലൻ്റ് ഉണ്ട്. പക്ഷേ പ്രേമചന്ദ്രൻ ഇപ്പോൾ നിൽക്കുന്നത് ഒരു തെറ്റായ പാർട്ടിയില്ല. പ്രേമചന്ദ്രൻ ഏത് പാർട്ടിയാണെന്ന് പറഞ്ഞാൽ RSP. 6 പേര് തികച്ചില്ലാത്ത പാർട്ടിയാണ് RSP, അല്ലേ? RSP ഒരു കാലത്ത് കൊല്ലത്ത് വലിയ പാർട്ടിയായിരുന്നു. ശ്രീകണ്ഠൻ നായരുടെയൊക്കെ കാലത്തുണ്ടായിരുന്ന RSP എന്ന് പറയുന്ന ഒരു വലിയ പ്രസ്ഥാനം. കൊല്ലത്തെ ട്രേഡ് യൂണിയൻ രംഗത്ത് ബേബി ജോണിൻ്റെയും നേതാവായിരുന്നു ശ്രീകണ്ഠൻ നായർ. ബേബി ജോണിനെ കേരള കിസിംഗർ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ശ്രീകണ്ഠൻ നായരായിരുന്നു RSPയുടെ ജീവാത്മാവും പരമാത്മാവും ഒക്കെ ആയിരുന്ന ആൾ. അപ്പോൾ ഏതായാലും അവിടെ നിൽക്കട്ടെ. ഇത് RSP തന്നെ രണ്ടായി. കോൺഗ്രസിൻ്റെ മുന്നണിയുടെ ഭാഗമായിട്ട് പ്രേമചന്ദ്രൻ പാർലമെൻറ്റിലേക്ക് എത്തുന്നു. പക്ഷെ പ്രേമചന്ദ്രൻ ഇന്നലെ പറഞ്ഞത് എന്താണ്? പ്രേമചന്ദ്രൻ പറഞ്ഞത് കാശ്മീർ ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണ്. കാശ്മീർ ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമായത് ഇപ്പോഴാണ് ശരിക്കും, അല്ലേ? ആർട്ടിക്കിൾ 370 എന്ന് പറയുന്ന സാധനം അങ്ങ് എടുത്തു കളഞ്ഞുകൂടി കാശ്മീർ ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമായി കേരളം പോലെ, അല്ലെ തമിഴ്നാട് പോലെ, അല്ലെ രാജസ്ഥാൻ പോലെ ഇന്ത്യയിലെ ഒരു പൂർണ്ണ സ്റ്റേറ്റായി കാശ്മീർ മാറി. അതിനു മുമ്പ് കാശ്മീർ എങ്ങനെയായിരുന്നു? കാശ്മീരിന് വേറെ കൊടി, കാശ്മീരിന് വേറെ ഒരു നിയമം പാർലമെൻറ്റ് പാസ്സാക്കിയ കാശ്മീർ അസംബ്ലി കൂടെ പാസ്സാക്കണം എന്ന് പറഞ്ഞാൽ കാശ്മീർ ഇന്ത്യയുടെ ഭാഗമാണെന്ന് പറയും, കാശ്മീർ വേറൊരു രാജ്യം പോലെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന അവസ്ഥ ഉണ്ടായിരുന്നു. അതെടുത്ത് കളഞ്ഞപ്പോൾ കാശ്മീർ ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമായി എന്ന് പറഞ്ഞാൽ ആർട്ടിക്കിൾ 370 റദ്ദാക്കിയ നടപടി ശരി എന്നാണ് പ്രേമചന്ദ്രൻ പറയുന്നത്, അല്ലേ? അതെ. അപ്പോൾ അതുകൊണ്ട് ഇന്ത്യക്കെതിരെ പാകിസ്ഥാൻ നടത്തുന്ന തീവ്രവാദ പ്രവർത്തനമാണ് കാശ്മീരിൽ നടക്കുന്നത്, അല്ല കാശ്മീരിനെതിരല്ല. ഇന്ത്യയെ അസ്ഥിരപ്പെടുത്തുക, കാശ്മീരിനെ സ്വതന്ത്രമാക്കുക എന്നുള്ള നിലപാടാണ് പാകിസ്ഥാൻ എടുക്കുന്നതെന്ന് ഐക്യരാഷ്ട്രസഭയിൽ പ്രേമചന്ദ്രൻ പറയുമ്പോൾ ഇന്ത്യ ഗവൺമെൻറ് അല്ലെ മോദി സർക്കാർ എടുക്കുന്ന നിലപാടുകളെ ശരിവെക്കുകയാണ് പ്രേമചന്ദ്രൻ ചെയ്തിരിക്കുന്നത്. ഇതേ പ്രേമചന്ദ്രൻ അവിടെ നിന്ന് തിരിച്ചു വരുമ്പോൾ അദ്ദേഹം ഇരിക്കുന്ന മുന്നണിയുടെ ഭാഗമായിട്ട് ആർട്ടിക്കിൾ 370 മാറ്റിയത് ശരിയല്ല എന്ന് പറയും, അല്ലെങ്കിൽ പറയേണ്ടി വരും. അത് പ്രേമചന്ദ്രൻ എന്ന് പറയുന്ന രാഷ്ട്രീയക്കാരൻ്റെ ഗതികേടാണ്. പ്രേമചന്ദ്രൻ അറിയാം ആർട്ടിക്കിൾ 370 റദ്ദാക്കിയത് കൊണ്ട് രാജ്യത്തിന് ഗുണമേ ഉള്ളൂ, കാശ്മീരിനെ ഗുണമേ ഉള്ളൂ എന്ന് പ്രേമചന്ദ്രൻ അറിയാം. ഇന്ത്യക്ക് പുറത്ത് പ്രേമചന്ദ്രൻ പറയും. ഇന്ത്യക്കകത്ത് വരുമ്പോൾ രാഹുൽ ഗാന്ധി കഴുത്തിന് പിടിക്കും, അല്ലെങ്കിൽ VD സതീശനെ പേടിച്ച് പ്രേമചന്ദ്രന് നേരെ തിരിച്ച് പറയേണ്ടി വരും. ഇതൊരു വല്ലാത്ത പ്രതിസന്ധിയാണ്, ഗതികേടാണ്. പ്രേമചന്ദ്രനോട് സ്വകാര്യമായി ചോദിച്ചു നോക്കണം, CAA നടപ്പാക്കിയത് നല്ലതല്ലേ? നല്ലതാണ്. പക്ഷേ പ്രേമചന്ദ്രൻ പരസ്യമായി പറയും അത് ശരിയല്ല എന്ന് പറയും. മതത്തിൻ്റെ പേരിൽ പൗരത്വം നിഷേധിക്കുന്നത് ശരിയല്ല എന്ന് പ്രേമചന്ദ്രൻ പറയേണ്ടി വരും. രാഷ്ട്രീയം മുത്തലാഖ് നിരോധിച്ചത് നല്ലതല്ലേ എന്ന് ചോദിച്ചാൽ പ്രേമചന്ദ്രൻ്റെ മനസാക്ഷി പറയും 100% ശരിയാണ്. സ്ത്രീകളെ കറിവേപ്പില പോലെ വലിച്ചെറിയുന്ന ഈ രീതി തെറ്റാണെന്ന് പറയും. പക്ഷേ അപ്പോൾ പരസ്യമായി ചോദിച്ച പ്രേമചന്ദ്രൻ പറയേണ്ട ഗതികേടിലാണ്, അല്ല ഈ മുസ്ലിം പുരുഷന്മാരെ ശിക്ഷിക്കാനുള്ള ഈ വകുപ്പ് മുസ്ലിം വിരുദ്ധമാണെന്ന് പറയും. അതൊരു മനുഷ്യൻ്റെ ഒരു സത്വപ്രതിസന്ധിയാണ്. ഇത് പ്രേമചന്ദ്രനെ കുറേ ആയിട്ട് അലട്ടുന്നുണ്ട്. പ്രേമചന്ദ്രന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു MP-മാരിലൊരാളാണ് പ്രേമചന്ദ്രൻ. പ്രധാനമന്ത്രി വിളിക്കുന്നു, പ്രേമ വാ ഉച്ചയ്ക്ക് നമുക്ക് ഒരുമിച്ച് ഭക്ഷണം കഴിക്കാം എന്ന് പറഞ്ഞ് ക്യാൻറ്റീനിൽ പ്രേമചന്ദ്രനെ പ്രധാനമന്ത്രി ഭക്ഷണം കഴിച്ചാൽ പ്രേമചന്ദ്രന് പോകാതിരിക്കാൻ പറ്റില്ല. കാരണം ഇന്ത്യയുടെ പ്രധാനമന്ത്രി കേരളത്തിലൊരു ഒരു MP വാ ഒരു ഉച്ചയ്ക്ക് നമുക്ക് ഒന്നിച്ച് കഴിക്കാം. ഇല്ല, ഇയാൾ ഫാസിസ്റ്റാണ്, ഞാൻ വരത്തില്ല. ഫാസിസ്റ്റിൻ്റെ കൂടെ ഭക്ഷണം കഴിച്ചാൽ എനിക്ക് ദഹനക്കേടുണ്ടാവും, അല്ലെങ്കിൽ വയറിളക്കം വരും എന്ന് പ്രേമചന്ദ്രന് പറയാൻ പറ്റും? പ്രേമചന്ദ്രൻ പോയി കഴിക്കും. അപ്പോൾ ഇവിടുത്തെ സഖാക്കളും കൊങ്ങികളും
പ്രേമേന്ദ്രൻ്റെ ചിത്ത പറയും. സുഡാപ്പികൾക്ക് സഹിക്കത്തില്ല, അവർക്ക് ഹാർട്ട് അറ്റാക്ക് വരും. കാരണം ഇതൊരു വലിയ പ്രേമേന്ദ്രൻ എത്ര കാലം ഇങ്ങനെ വീർപ്പ് മുട്ടി നിൽക്കും? ഇതൊരു വലിയ പ്രശ്നമാണ്. ഈ കൊല്ലത്ത് ഹൈവേയുടെ ഉദ്ഘാടനം അല്ലേ, അതെ, ഉദ്ഘാടനത്തിന് പ്രേമേന്ദ്രൻ പ്രധാനമന്ത്രിയെ വിളിച്ചു, മോദി വന്നു. അതിൻ്റെ പേരിൽ പ്രേമേന്ദ്രൻ കെട്ടത്തെറി അറിയാമോ? പ്രേമേന്ദ്രൻ എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രവർത്തകൻ ശരിക്കും ഈ RSP എന്ന് പറയുന്നത് 6 പേരില്ലാത്ത പാർട്ടിയുടെ ഭാഗമായി നിന്ന് മുരടിച്ചു പോകേണ്ട ഒരാളല്ല. പ്രേമേന്ദ്രൻ ഇന്ത്യയിലെ ഏറ്റവും മികച്ച 10-15 പാർലമെൻ്ററിയന്മാരിലെടുത്താൽ ആ കൂട്ടത്തിൽ വരുന്ന ഒരാളാണ്. ഇത് പ്രേമേന്ദ്രനും അറിയാം. പ്രേമേന്ദ്രൻ്റെ ഉള്ളിൽ ഇങ്ങനെ വിങ്ങിപ്പൊട്ടി ഇരിക്കുന്ന ഒരു സങ്കടമുണ്ട്. അത് തനിക്ക് തോന്നുന്ന സത്യങ്ങൾ, തനിക്ക് തോന്നുന്ന യാഥാർത്ഥ്യങ്ങൾ വിളിച്ചു പറയാൻ കഴിയാത്തതിൻ്റെ ഒരു പരിമിതി, ഒരു മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ് പ്രേമേന്ദ്രൻ. പ്രേമേന്ദ്രൻ്റെ ശരിയായ ഇടം കോൺഗ്രസ് അല്ല. പ്രേമേന്ദ്രന് ഈ RSP എന്ന് പറഞ്ഞ പാർട്ടി എത്ര കാലം ഇനി കെട്ടിപ്പിടിച്ചിരിക്കാൻ പറ്റും? ഇനി ഒരു ടൈം കൂടെ പ്രേമേന്ദ്രൻ പാർലമെൻറ്റിലേക്ക് വരണം എന്നാഗ്രഹിച്ചാൽ പ്രേമേന്ദ്രൻ ഈ മുന്നണിയിൽ നിന്നല്ല പോകേണ്ടത്. പ്രേമേന്ദ്രൻ പാർലമെൻറ്റിൽ, ഞാൻ വെറുതെ സങ്കല്പിച്ച് നോക്കി, പാർലമെൻറ്റിൽ പ്രേമേന്ദ്രൻ BJPയുടെ MP ആയിരുന്നെങ്കിൽ പ്രേമേന്ദ്രൻ്റെ കസേര എവിടെയായിരിക്കും? മന്ത്രി ട്രഷറി ബെഞ്ചിലായിരിക്കും അല്ലേ? പ്രേമേന്ദ്രൻ കേരളത്തിൽ നിന്നുള്ള മന്ത്രിയാണ്. പ്രേമേന്ദ്രൻ ഒരു മന്ത്രിയാകാൻ സർവ്വതാ യോഗ്യനാണ്, ഒരു തർക്കമില്ല. അദ്ദേഹത്തിന് വ്യക്തിപരമായ അഴിമതി ആരോപണങ്ങളില്ല, പെണ്ണ് കേസില്ല, സദാചാര വിരുദ്ധത ഒന്നും പ്രേമേന്ദ്രൻ്റെ പേരിലില്ല. ജെന്റിൽമാൻ പാർലമെന്റേറിയനാണ് പ്രേമേന്ദ്രൻ. ജെന്റിൽമാൻ. പിന്നെ പാർട്ടിക്കാരെ ഒരു മോശമായ വാക്കുകൾ കൊണ്ട് ഒന്നും പറയില്ല. തന്നെ പരനാറി എന്ന് വിളിച്ചാൽ പോലും തിരിച്ചൊന്നും പറയാത്ത, പരനാറി ഞാനല്ല, നിന്റെ വേറെ ആരെങ്കിലും ആണെന്ന് പ്രേമേന്ദ്രൻ ഏത് ആഭാസൻ പറഞ്ഞാലും പ്രേമേന്ദ്രൻ പറയത്തില്ല. അതാണ്. പക്ഷേ നമ്മുടെ പരനാറി എന്ന് നമ്മുടെ പ്രധാന മുഖ്യമന്ത്രി പറയുമ്പോൾ അതൊരു സാധൂകരിക്കപ്പെടുന്ന വാക്കും, മറ്റാരെങ്കിലും പറയുമ്പോൾ അത് വളരെ മോശം വാക്കുമായി വ്യാഖ്യാനിക്കുന്ന ഒരു ഇക്കോസിസ്റ്റം നമ്മുടെ കേരളത്തിലുണ്ട്. നമ്മുടെ മുഖ്യമന്ത്രിക്ക് എന്തും പറയാം. കഴിഞ്ഞ ദിവസമല്ലേ അസംബ്ലിയിൽ ഒരാളുടെ ശരീരത്തെക്കുറിച്ച് ബോഡി ഷേമിങ് നടത്തിയത്? അതെ, വളരെ മ്ലേച്ഛമായ കാര്യമാണ്. അങ്ങനെയൊക്കെ സംസാരിക്കാൻ പാടില്ല. പിണറായി വിജയൻ ചില സമയത്ത് ഇങ്ങനെ ഭൂതാവിഷ്ടത്തിനെ പോലെ, കാരണഭൂതനായതുകൊണ്ടാവാം, അദ്ദേഹം ഉച്ചരിക്കുന്ന ചില വാക്കുകളൊക്കെ, അദ്ദേഹം ഇരിക്കുന്ന പദവിക്ക് നിരക്കാത്ത വാക്കുകളൊക്കെ പറയാറുണ്ട്. അപൂർവമായ പറയുള്ളൂ. നികൃഷ്ടജീവി അല്ലേ? അതെ, ഇത്തരം വാക്കുകളൊക്കെ, കുലംകുത്തി എന്നൊക്കെ പറയുന്നത്, കുലംകുത്തി എന്ന് പറയുന്നത് വേണമെങ്കിൽ ഒരു വഞ്ചകൻ നടത്തിലെടുക്കാം. നികൃഷ്ടജീവി എന്നൊരാളെ വിളിക്കുന്നത് അതൊരു വൈദികനെ, വൈദികനല്ല, ഒരു മനുഷ്യനെയും വിളിക്കാൻ പാടില്ല. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ പ്രേമേന്ദ്രൻ കുറേ കാലമായിട്ട് പ്രേമേന്ദ്രൻ BJPയിലേക്ക് പോകുന്നു എന്നുള്ള ഒരു റൂമർ ഇങ്ങനെയുണ്ട്. അപ്പോൾ ഇത്തവണ നോക്കൂ, ശശി തരൂരിനെ ഹാൻഡ് പിക്ക് ചെയ്തു, പ്രേമേന്ദ്രനെ ഹാൻഡ് പിക്ക് ചെയ്തു, ഒവൈസിയെ ഹാൻഡ് പിക്ക് ചെയ്തു, കനിമൊഴിയെ ഹാൻഡ് പിക്ക് ചെയ്തു. ഇവരൊക്കെ ഗോർബട്ടാസും ഉണ്ടായിരുന്നു കേട്ടോ. ഇവരെയൊക്കെ മോദി ഹാൻഡ് പിക്ക് ചെയ്ത് അവരുടെ പാർട്ടിയോട് ആലോചിക്കാതെ മോദി നേരിട്ട് തിരഞ്ഞെടുത്താണ്. ഇപ്പോൾ കനിമൊഴി ഒന്നാം തരം പെർഫോമൻസ് ആയിരുന്നു. വിദേശത്ത് പോയിട്ട് ഭാരതത്തെക്കുറിച്ച്, ഇന്ത്യയെക്കുറിച്ച്, ഭാരത സർക്കാർ ഇന്ത്യയിലെ ഗവൺമെൻറ് ഒന്നാം തരം സർക്കാരാണെന്ന് പറഞ്ഞാൽ അത് മോദിക്കുള്ള അംഗീകാരം തന്നെയാണ് അല്ലേ? അതെ. അപ്പോൾ കനിമൊഴിയൊക്കെ പറഞ്ഞിട്ട് എന്താ? കനിമൊഴിയൊക്കെ യഥാർത്ഥത്തിൽ ആ പാർട്ടിക്കകത്ത് വലിയ പ്രതിസന്ധി നേരിടുന്നുണ്ട്. കാരണം കരുണാനിധിയുടെ മറ്റൊരു ഭാര്യയിലുണ്ടായ മകളാണ് ആര്? കനിമൊഴി. പക്ഷേ തൻ്റെ സിംഹാസനം മകന് വേണ്ടി മാറ്റിവെച്ചു ആര്? സ്റ്റാലിൻ. കരുണാനിധി മാറ്റിവെച്ചു. കരുണാനിധിയുടെ മകനായ സ്റ്റാലിനും അടുത്ത അവകാശം തീരുമാനിച്ചു കഴിഞ്ഞു. കനിമൊഴിക്ക് ഇനിയുള്ള കാലത്ത് പരമാവധി ആകാവുന്ന ഒരു പാർലമെന്റ് അംഗം മാത്രമാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കനിമൊഴിക്ക് മത്സരിക്കാൻ താല്പര്യമുണ്ടായിരുന്നു. സ്റ്റാലിൻ സീറ്റ് കൊടുത്തില്ല. ഇനിയും ചാൻസ് കിട്ടത്തില്ല. കാരണം സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് തൻ്റെ അച്ഛൻ്റെ മറ്റൊരു ഭാര്യയിലെ മകളായ കനിമൊഴി വരണ്ട എന്ന് സ്റ്റാലിൻ തീരുമാനിച്ചിട്ടുണ്ട്. എൻ്റെ മകനും അവൻ്റെ മക്കളുടെയാണ്. കനിമൊഴിയുടെ രാഷ്ട്രീയ ഭാവി പരമാവധി ഒരു MP മാത്രമാണ്. പക്ഷേ കനിമൊഴി ഈ പറയുന്ന ഈ ഉദയനിധി സ്റ്റാലിനേക്കാളും സ്റ്റേച്ചറുള്ള നേതാവാണ്. ക്വാളിറ്റി വൈസ് കനിമൊഴിയാണ് മികച്ചത്. അപ്പോൾ കനിമൊഴിക്ക് എത്ര കാലം DMK എന്ന് പറയുന്ന ഈ പാർട്ടിയിൽ ചവിട്ടും തുപ്പും കൊണ്ട് പരമാവധി ഒരു എല്ലിൻ കഷ്ടം കൊണ്ട് നിൽക്കേണ്ടി വരും. അനധിവിദൂരമായ ഭാവിയിൽ രാഷ്ട്രീയത്തിൽ അസംഭവമൊന്നുമില്ല. കനിമൊഴി BJPയുടെ ഭാഗമായോ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായോ മാറില്ലെന്ന് പറയാൻ പറ്റുമോ? പറ്റില്ല. അപ്പോൾ മൊത്തത്തിൽ മോദി ഇങ്ങനെ സെലക്ട് ചെയ്തിട്ടുള്ള ആളുകളൊക്കെ ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ കൂടെ വരേണ്ട, അല്ലെങ്കിൽ ഇന്ത്യയുടെ നിലപാടിനൊപ്പം നിൽക്കേണ്ടവർ, ഞാൻ BJP എന്നല്ല പറഞ്ഞത്, ആളുകളാണെന്നുള്ള തിരിച്ചറിവും ഒരു സ്ട്രാറ്റജിയും. ശശി തരൂരിൻ്റെ കാര്യം നോക്കും. ശശി തരൂർ പറഞ്ഞു, ഞാൻ എൻ്റെ രാജ്യത്തിന് വേണ്ടി സംസാരിച്ചാൽ എൻ്റെ പാർട്ടിക്കാർക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്ന് പരസ്യമായി പറഞ്ഞു.
അപ്പം എല്ലാവരുടെയും ജോലി ഇന്ത്യക്കെതിരെ സംസാരിക്കുക, മോദിക്കെതിരെ സംസാരിക്കുക എന്ന് കരുതുന്നിടത്താണ് പ്രേമചന്ദ്രൻ വ്യത്യസ്തനാവുന്നത്. കേരളത്തിൽ നിന്ന് പ്രേമചന്ദ്രൻ അടുത്ത ശശി തരൂർ ഒരു പ്രസ്ഥാനമായി കഴിഞ്ഞു, ഒറ്റയാൾ പ്രസ്ഥാനമായി മാറിക്കഴിഞ്ഞത്. ശശി തരൂരിനെ സംബന്ധിച്ച് വലിയ രാഷ്ട്രീയ തീരുമാനങ്ങൾ വരും. ശശി തരൂർ പോയാൽ തൊട്ടു പിന്നാലെ അടുത്ത പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ പ്രേമചന്ദ്രൻ ബി.ജെ.പിയുടെ സ്ഥാനാർത്ഥിയോ അല്ലെങ്കിൽ ബി.ജെ.പി പിന്തുണയ്ക്കുന്ന സ്ഥാനാർത്ഥിയായിട്ടോ വരാനുള്ള സകല സാധ്യതകളും കാണുന്നുണ്ട്. ശശി തരൂർ ഒരു വഴിവെട്ടും. ആ വഴിയിലൂടെ ഓടി മുന്നോട്ട് പോകുന്ന ഒരു പടക്കുതിരയായി പ്രേമചന്ദ്രൻ മാറി ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ദേശീയതയുടെ ഭാഗമായി പ്രേമചന്ദ്രൻ മാറും എന്നതിൻ്റെ ഉറപ്പാണ് ഇന്നലെ ഐക്യരാഷ്ട്രസഭയിൽ കണ്ട പ്രേമചന്ദ്രൻ്റെ പ്രസംഗം. പ്രേമചന്ദ്രന് ഈ മുന്നണിക്കകത്ത് നിന്നിട്ട് ഒരു കാര്യവുമില്ല എന്ന് പ്രേമചന്ദ്രൻ പറയുന്നു. തൻ്റെ ലോകം വിശാലമാണ്, ലോകത്തിന് മുന്നിൽ പ്രേമചന്ദ്രന് ഉയർന്നു നിൽക്കാൻ അവസരമുണ്ട്. പ്രേമചന്ദ്രൻ എന്ന് മോദിയുടെ വിളി സ്വീകരിച്ച് നരേന്ദ്രമോദിക്കൊപ്പം ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാനുള്ള അവസരം ഉണ്ടാക്കുമെന്ന് നമുക്ക് കാത്തിരിക്കാം. പക്ഷെ ഒരുപാട് കാലം കാത്തിരിക്കേണ്ടിയും വരില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.